ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരേ സമയത്ത് തന്നെ നമ്മുടെ ഓവനിൽ, അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ, പിന്നെ കുക്കറിൽ അങ്ങനെ 3 കേക്ക് ഒരുമിച്ച് ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് തന്നെ എങ്ങനെ ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 3 അളവിലുള്ള കേക്ക് ടിന്നുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ 3 കിലോ കേക്കാണ് എനിക്ക് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 3 കിലോനുള്ള ബാറ്റർ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഇത് പല അളവിലുള്ള കേക്ക് ടിന്നുകളാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 1 കിലോ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അപ്പോൾ ഇതിലേക്ക് 1 കിലോ കറക്റ്റായിട്ട് തന്നെ കേക്ക് വേണം. ബാക്കിയുള്ളത് 2 കിലോ കേക്ക് ഒരു ടയർ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുകളിലത്തെ നിലയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ ടിന്നും അടിയിലത്തെ ഒരു 1.5 കിലോ വെയിറ്റ് വരുന്ന കേക്കും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബേസിൽ വെക്കുന്ന 1.5 കിലോ കേക്ക് ബേക്ക് ചെയ്യുന്നത് 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലും, അതുപോലെ മുകളിലത്തെ 1/2 കിലോ കേക്ക് ബേക്ക് ചെയ്യുന്നത് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലും. അപ്പോൾ ഞാൻ ഈ 3 ടിന്നിലും ഒരുമിച്ച് തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാതും ചോക്ലേറ്റ് സ്പഞ്ചാണ്. അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ, ഒരുമിച്ച് തന്നെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 3 കിലോ കേക്കിന് വേണ്ടിയിട്ട് 3 കപ്പ് മൈദ ആദ്യം തന്നെ ഒരു അരിപ്പയിലേക്ക് ഇടാം. അപ്പോൾ നന്നായിട്ട് തന്നെ വടിച്ചെടുക്കണം കേട്ടോ കപ്പിൽ. 3 കപ്പ് മൈദയും പിന്നെ 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് കൊക്കോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, എന്നാലാണ് കുറച്ചും കൂടി നല്ല കളർ കിട്ടുള്ളൂ. അതല്ല, ലൈറ്റ് കൊക്കോ പൗഡറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബേക്കിംഗ് സോഡ, അതുപോലെ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡർ 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബേക്കിംഗ് സോഡ നിർബന്ധമായിട്ട് ചേർക്കണം. അതുപോലെ 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുക്കുക. ഒന്നുകിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ 1 പ്രാവശ്യം അരിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ വിസ്ക് ഉപയോഗിച്ചിട്ട് പൊടികളെല്ലാം മിക്സ് ആകുന്ന പോലെ നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ 1 പ്രാവശ്യം അരിച്ചിട്ട് നന്നായിട്ട് തന്നെ പൊടികൾ മിക്സാക്കി എടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് നമ്മൾ 1 കപ്പ് നിറച്ച് പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നത്. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ ഒരു 3/4 കപ്പ് എടുക്കുക. അപ്പോൾ ഞാൻ 3/4 കപ്പ് വെച്ചിട്ട് 3 പ്രാവശ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് പൊടിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് 1 കപ്പിനുള്ളതുണ്ടാവും കേട്ടോ. 3/4 കപ്പ് പഞ്ചസാര എടുത്താൽ 1 കപ്പിനുണ്ടാവും. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള എഗ്ഗ് 9 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീരെ ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 4 മുട്ട വെച്ചിട്ട് ഓരോ കിലോ കേക്കിന് എടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് പതഞ്ഞ് വന്നാൽ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയിൽ നിന്ന് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, കളറൊക്കെ മാറി നല്ലൊരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി അതൊന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി, ഒരുപാടിട്ട് ബീറ്റ് ചെയ്യരുത്. ഈ സമയത്ത് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്തിടാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ആണ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിടുന്നത് കേട്ടോ ഓവൻ. അപ്പോൾ 2 കോയിലും ഓണാക്കി വെക്കണം. ഇനി ഇതേ സമയത്ത് തന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്നത് കുക്കറിലും അതുപോലെ ഒരു അലുമിനിയം പാത്രത്തിലും കൂടിയിട്ടാണ്. അപ്പോൾ കുക്കറും ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മൂടി വയ്ക്കുക. വിസിൽ ഊരി മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം, ഇതിൽ ഞാൻ എപ്പോഴും ബേക്ക് ചെയ്യാറുള്ളത് തന്നെയാണ്. അപ്പോൾ അതും ഒന്ന് മൂടി വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്തിടുക. ഹൈ ഫ്ലെയിമിൽ തന്നെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിടാം. അപ്പോൾ ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഈ മുട്ടയായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് പാലെടുത്തിട്ടുണ്ട്. അതും പൊടികൾ കുറച്ചായിട്ട് ചേർക്കുക, പാലൊഴിക്കുക. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ സ്പീഡിലിട്ട് കുത്തി ഇളക്കരുത്, പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. ഒന്നല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് പതുക്കെ ഇങ്ങനെ മിക്സാക്കി എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് എല്ലാതും മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് പാലും എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ ഫ്ലോർ മുഴുവനും
ഇട്ട് കൊടുത്ത് ഇതുപോലെ മിക്സാക്കുക. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, മുട്ടയൊന്നും നന്നായിട്ട് താന്നു പോയിട്ടൊന്നുമില്ല കേട്ടോ. പതുക്കെ പതുക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ഒട്ടും താന്നു പോവില്ല. ഇനി 3 കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കേക്ക് ടിന്നിൻ്റെ അരഭാഗം എങ്കിലും ക്രീം ഉണ്ടായിരിക്കണം. ഒരുപാട് നിറച്ചൊഴിക്കരുത് കേട്ടോ. ഒരുപാട് നിറച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഒരു അരപ്പാത്രമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഈ 3 കിലോനുള്ള ബാറ്റർ ഫുള്ളായിട്ട് ഈ 3 പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് അതിലത്തെ എയർ ബബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കളയുക. അതിനുശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. ഈ എയർ ബബിൾസൊക്കെ പൊട്ടിച്ചെടുക്കണം. നല്ലപോലെ ടാപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലേക്ക് അതുപോലെ കുക്കറിലേക്കും മറ്റേ അലുമിനിയം പാത്രത്തിലേക്കും കൂടിയിട്ട് ഇതെല്ലാം വെച്ച് കൊടുക്കാം. അപ്പോൾ 1.5 കിലോൻ്റെ വലിയ ബേസാണ് ഞാൻ ഓവനിലേക്ക് വെക്കുന്നത്. അതുപോലെ കുക്കറിൽ വെക്കുന്നത് 1/2 കിലോൻ്റെ ടിന്നിൽ തയ്യാറാക്കിയിട്ടുള്ള ബാറ്ററാണ് കുക്കറിലേക്ക് വെച്ചത്. അപ്പോൾ കുക്കറിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ നല്ലൊരു ടെൻഷനും കൂടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ കുക്കറിൻ്റെ മൂടി ഒന്ന് അടയ്ക്കുക, വിസിലിടരുത്. പിന്നെ ഇതിൽ ഞാൻ 1 കിലോൻ്റെയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അലുമിനിയം പാത്രത്തിൽ. അപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റ് ആയപ്പോൾ എൻ്റെ ഓവനിൽ ബേക്കായി വന്നു. അതാണ് ആദ്യം ആയത്. പിന്നെ കുക്കറിലെത്തി ആയിട്ടോ. കുക്കറിൽ ഏറ്റവും കുറച്ച് ബാറ്റർ ആയിരുന്നു, പക്ഷേ കുറച്ച് നേരം വൈകിട്ട് തന്നെ 35-40 മിനിറ്റിൻ്റെ അടുത്ത് എടുത്തു കേട്ടോ കുക്കറിലാവാൻ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ചെയ്തതെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ കിട്ടി. പിന്നെ അവസാനമാണ് 1 കിലോൻ്റെ ബാറ്റർ ശരിയായത് കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ കുറച്ച് കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം തണുപ്പിച്ച് കുറച്ച് സമയം ഫ്രിഡ്ജിലും കൂടി ഒന്ന് വെക്കുക കേട്ടോ, നന്നായി തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 3 കേക്കിലേക്കും കൂടിയിട്ടുള്ള ഷുഗർ സിറപ്പാണ് കേട്ടോ അത്. ഇനി നമുക്ക് കുറച്ച് ഗനാഷ ഉണ്ടാക്കണം. അതിനായിട്ട് 1 കപ്പ് ഗ്രേറ്റഡ് ചോക്ലേറ്റ് എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ചൂടാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ച് ഒഴിച്ചതിന് ശേഷം ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി എളുപ്പം. വിപ്പിംഗ് ക്രീം മാത്രം ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഇളക്കാതെ വെക്കുക. അതിനുശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗനാഷ കിട്ടും. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ടീസ്പൂൺ ബട്ടറിൻ്റെ അടുത്തൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗനാഷയ്ക്ക് നല്ലൊരു ഗ്ലേസിങ്ങും കൂടി ഉണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഗനാഷ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് സമയം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് സ്റ്റിഫായി കിട്ടും. ഇനി 3 കേക്കും ഒരുമിച്ച് തന്നെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യുന്നത് എല്ലാതും ഒരേപോലെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ 1.5 കിലോ കേക്ക്, ഇത്തിരി വലിപ്പം കൂടിയൊരു കേക്ക് ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. എല്ലാം കൂടെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു കേക്ക് ബേസ് എടുത്തിട്ട് അതിൽ കേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് നല്ല ടേസ്റ്റാണ് കേട്ടോ. കോഫി പൗഡർ ഇട്ട കാരണം തന്നെ നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ ക്രീം കുറച്ച് വെച്ച് കൊടുക്കുക. ക്രീം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ക്രീം എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു 3.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് തികയോന്ന് അറിയില്ല. തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബീറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ ഒഴിച്ച് കൊടുക്കുക. ഗനാഷ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ കുറച്ച് ചെറീസും കൂടി വെച്ച് കൊടുക്കണം.
അപ്പോൾ ആദ്യം തന്നെ ചോക്ലേറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ലെയറിലേക്ക് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കേക്ക് വെറുതെ ഇങ്ങനെ ഗണേശ മാത്രം ഒഴിച്ചാൽ ഉള്ളിലൊന്നും കടിക്കാനൊന്നും കിട്ടില്ല അല്ലേ. അപ്പോൾ കടിക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറീസ്, അതുപോലെ ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ലെയറും കൂടെ വെച്ച് കൊടുക്കുക. അതിനെയും ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്യുക, ക്രീം അപ്ലൈ ചെയ്യുക, പിന്നെ ഗണേശ ആഡ് ചെയ്യുക, അതുപോലെ ചെറി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് മൂന്നാമത്തെ ലെയറും കൂടി വെച്ചിട്ട് കേക്കിനെ നന്നായിട്ട് തന്നെ ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കേക്കിൻ്റെ ഐസിങ് മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ, ബാക്കി എല്ലാതും അതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ച് എക്സ്ട്രാ ഫില്ലിംഗ് ഒന്നുമില്ല. ചോക്ലേറ്റ് ഗണേശയും ചെറിയും മാത്രം തന്നെയാണ് എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ 3 കേക്കും ക്രം കോട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ 1/2 കിലോൻ്റെ വെയിറ്റ് വരുന്ന കേക്ക് ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് അതിന് ഫൈനൽ കോട്ടിങ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ടയർ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 5-6 മണിക്കൂറെങ്കിലും 2 കേക്കും സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റായതിന് ശേഷം വേണം രണ്ടും തമ്മിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാതിൻ്റെയും ഫൈനൽ കോട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇത് 1 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേഗം ഫൈനൽ കോട്ടിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷം അതിന് സൈഡിലൊക്കെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സ്റ്റാർ നോസിൽ എടുത്തിട്ട് ജസ്റ്റ് 4 ഫ്ലവർ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയൊക്കെ വെക്കുന്ന അതേ പഴയ മോഡലുണ്ടല്ലോ, അതാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഓരോ ഫ്ലവർ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് വേഗം കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഡെക്കറേഷനൊന്നുമില്ല, നോർമലായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. 2 ടയർ കേക്കിൽ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ വേഗത്തിൽ തന്നെ ചെറിയൊക്കെ കുത്തിയിട്ട് പേരൊക്കെ എഴുതിയിട്ട് ഡെലിവറി ചെയ്തു കേട്ടോ. അത് പെട്ടെന്ന് കൊടുക്കേണ്ട കേക്കായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ കേക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പം മറ്റേ 2 ടയറിൻ്റെ കേക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും എല്ലാതും ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.